ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കുറച്ച് കമൻസിലൊരു റിപ്ലൈ എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കമൻസ് നമ്മൾ ഒന്നും കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കുറച്ച് കമൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒന്നുകൂടി ഞാൻ പറയാം. 29ാമത്തെ ആഴ്ചയിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. 29ാമത്തെ ആഴ്ചയിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഡെലിവറി നടക്കാനുള്ള കാരണം എനിക്ക് പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കായി. ഓൾറെഡി ഞാൻ 24ാമത്തെ ആഴ്ച മുതൽ സ്റ്റിച്ച് ഇട്ടിട്ട് കിടക്കുകയായിരുന്നു. കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് 29ാമത്തെ ആഴ്ചയിൽ പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കായി. പിന്നെ ഫ്ലൂയിഡ് ലീക്കായാൽ നമുക്ക് ഒരുപാട് ടൈമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ നടത്തി. അപ്പോൾ അങ്ങനെയാണ് ഡെലിവറിക്കുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മുടെ 24ാമത്തെ ആഴ്ചയിലാണ് സ്റ്റിച്ച് ഇട്ട് പറഞ്ഞു, 24 ഒക്കെ. അപ്പോൾ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ടോയ്ലറ്റിൽ പോയിരുന്നു. അന്ന് ബെഡ് പാൻ യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടോയ്ലറ്റിൽ പോയിരുന്നു, നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. കുറച്ച് ഒരു ഇത്തിരി നടന്നാൽ മതി ബാത്റൂം പോയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ നമ്മൾ എടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൂത്രമൊഴിക്കലൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കുളിക്കലൊക്കെ ആഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊക്കെ കുളിക്കുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വൈപ്സ് വെച്ചിട്ട് അങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് ദേഹം മുഴുവൻ തുടയ്ക്കും. ആരെങ്കിലുമൊക്കെ തുടച്ചു തരും, അമ്മയോ. അപ്പോൾ അങ്ങനെ തുടച്ചു തരും, അമ്മേനെ ആയിരിക്കും അധികം തുടച്ചു തരാം. അപ്പോൾ അങ്ങനെയായിരുന്നു കുളിക്കലൊക്കെ. റെസ്റ്റിൻ്റെ പിന്നെ ഫുഡൊക്കെ കഴിക്കില്ല. ആദ്യം കംപ്ലീറ്റ് ഞാൻ കിടന്നിട്ട് തന്നെയായിരുന്നു ഫുഡ് നമ്മൾ വാരിത്തരും, അങ്ങനെയായിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു വശത്ത് മറ്റൊരു വശത്തേക്ക് ചെരിഞ്ഞെടുക്കാൻ കൂടി ഒരാളെ സഹായം വേണ്ടി വന്നിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വയറ് നിറയുന്ന പോലെ, അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഞാൻ വേഗം എണീച്ച് നിന്ന് കഴിക്കാൻ തുടങ്ങി. വേഗം കഴിക്കും, കിടക്കും. അപ്പം അങ്ങനെയായിരുന്നു ഫുഡ് കഴിക്കലൊക്കെ കേട്ടോ. പിന്നെ ഏക ഹോസ്പിറ്റലായിരുന്നു പ്ലേസ്. പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി നടന്നത്. NICയും മക്കളും അവിടെ തന്നെ ആയിരുന്നു. അവിടുത്തെ NICയിലായിരുന്നു. ജയചന്ദ്രൻ ഡോക്ടർ കീഴിലായിരുന്നു. അവിടുത്തെ ന്യൂനാറ്റോളജിസ്റ്റ് ആയിരുന്നു. നല്ല ഡോക്ടറാണ് കേട്ടോ. ആ ഡോക്ടറായിരുന്നു മക്കളെ നോക്കിയിരുന്നത് NICയിൽ. പിന്നെ എന്നെ കാണിച്ചിരുന്ന ഡോക്ടർ കൊച്ചു മേഡത്തിൻ്റെ അടുത്തായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡെലിവറി അവിടെ തന്നെ ആയിരുന്നു, മൗലാന ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഒന്നുകൂടി പറയാം, പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. പിന്നെ പ്ലാസിൻ്റെ പോസ്റ്റ് ലോ ലൈൻ പ്ലാസിൻ്റെ ആയിരുന്നു. എനിക്ക് പ്ലാസിൻ്റെ കുറച്ച് താഴെയായിട്ട് വന്നിരുന്നു. ലോ ലൈൻ പ്ലാസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ലോ ലൈൻ പ്ലാസിലാണ് അറിഞ്ഞത് നമ്മൾ സ്റ്റിച്ച് ഇടുന്നതിനൊക്കെ മുമ്പാണ്. അപ്പോൾ തന്നെ എന്നോട് കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാസിൻ്റെയുടെ കാര്യം അങ്ങനെയാണ്. പിന്നെ എത്ര വീക്കായിരുന്നു ഡെലിവറി പറഞ്ഞത്? 29ാമത്തെ ആഴ്ചയിലായിരുന്നു ഡെലിവറി. ആ സമയത്ത് മക്കളെ വെയിറ്റ് ആദ്യം വന്ന ആൾ 1,370, രണ്ടാമത്തെ ആൾ 1,230 ആയിരുന്നു. രണ്ടുപേരും 1 മിനിറ്റിൻ്റെ ഡിഫറൻസ് ആയിരുന്നു. സിസേറിയൻ ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നില്ല, സിസേറിയൻ ആയിരുന്നു. രണ്ടുപേരും 1 മിനിറ്റിൻ്റെ മാറ്റമായിരുന്നു. ഒരാൾ ഉച്ചയ്ക്ക് 1:46-നും ഒരാൾ 1:47-നും ആയിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത്ര കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ച് കമൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. പിന്നെ എത്ര കോസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ NICU മാത്രം ചോദിച്ചില്ല, NICUയിൽ എത്ര കോസ്റ്റ് ആയിരുന്നു. NICUയിൽ നല്ല കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ NICU മാത്രം എത്ര കോസ്റ്റാണെന്ന് അറിയില്ല. എന്നാലും നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 6 ലക്ഷത്തിനുള്ളിൽ എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. കൂടുതലല്ലാതെ ഒരിക്കലും കുറയില്ല ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ. NICUയിലും ഒക്കെ നമ്മൾ ഓരോ ദിവസം 2 ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ ദിവസം എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അത്രയൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കോസ്റ്റിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കമൻസുകൾ വന്നിട്ടില്ല. അപ്പോൾ ആ കമൻസിന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതിലേക്കും ടാറ്റാ.